സെൽഫ് ഇൻഡക്ഷൻ തന്നെയാ. സെൽഫ് ഇൻഡക്ഷൻ. ഇപ്പൊ നമ്മള് തൊട്ട് മുമ്പ് മ്യൂച്വൽ ഇൻഡക്ഷൻ പറഞ്ഞിരുന്നു അല്ലെ? ഒരു സോഫ്റ്റ് അയൺ കോറിൽ ഒരു കമ്പിച്ചുരുള് ചുറ്റി, ആ കമ്പിച്ചുരുളിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അപ്പം ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ സ്വിച്ച് ഓൺ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു AC കറണ്ട് കടത്തിവിടുക. അപ്പം ആ മാഗ്നറ്റിക് ഫീൽഡിന് കണ്ടിന്യൂസ്ലി വ്യത്യാസം ഉണ്ടാകുമ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ വ്യത്യാസം ഉണ്ടാകുന്ന ഫീൽഡിനകത്ത് മറ്റൊരു കമ്പിച്ചുരുൾ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിനകത്തുള്ള ബൾബ് തെളിയും, ഡയറക്ട്ലി കോണ്ടാക്ട് ഇല്ലാത്തതിന്. അതിനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിച്ചത്. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ കൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡിവൈസ് അല്ലെ, ഉപകരണമായിരുന്നു ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചായിരുന്നു: സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക, പവറിന് യാതൊരുവിധ വ്യത്യാസവും വരരുത്. അതായിരുന്നു നമ്മളുടെ ട്രാൻസ്ഫോമർ. ഇനി പറയുന്നത് സെൽഫ് ഇൻഡക്ഷൻ. ഇപ്പം സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുമ്പം തന്നെ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം അല്ലേ? അല്ലെ, നമ്മൾ സെൽഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ സ്വയമായിട്ടൊരു കാര്യം. നമ്മൾ ഒരാളെ സെൽഫ് ഇൻട്രഡക്ഷൻ, നമ്മൾ സ്വയം പരിചയപ്പെടുത്തുന്നു എന്ന് പറയുന്നത്. അപ്പം സംഭവം ഇതാണ്, ഇവിടെ നമ്മൾ ദ ഫോർമേഷൻ ഓഫ് എ ബാക്ക് EMF പറയും. എന്താണ് ഫോർമേഷൻ ഓഫ് എ ബാക്ക് EMF? ബാക്ക് EMF എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ കറണ്ട് വലത്തേക്ക് ഒഴുകുകയാണെങ്കിൽ ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമുക്കൊരു EMF ഉണ്ടാകുവാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാക്ക് EMF. ഓക്കെ, ഇനി പേജ് നമ്പർ 58 കൊടുത്തിരിക്കുന്നത് പോലെ നമ്മളൊരു DC ബാറ്ററിനെ ഒരു സർക്യൂട്ടുമായി ഘടിപ്പിച്ചു. എന്നിട്ട് അത് ഒരു സോളിനോയിഡിലേക്ക് കൊടുത്തു. എന്നിട്ട് അതിന്റെ മറ്റേ അറ്റത്ത് ഒരു ബൾബ് ആ സർക്യൂട്ടിൽ കൊടുത്തു. ബാക്കി സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കി. നമ്മളിവിടെ കൊടുത്ത വോൾട്ടേജ് ഒരു DC വോൾട്ടേജ് ആണ്. അപ്പൊ അതിനെ നമുക്ക് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഇവിടെ ഒരു സ്വിച്ചും കൂടെയും വേണം കേട്ടോ. ഇവിടെ ഒരു സ്വിച്ചും കൂടെയും കൊടുക്കണം. അപ്പൊ നോക്കിക്കേ, നമ്മൾ ആദ്യം ഇനി ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യണം? സോളിനോയിഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇതിനകത്ത് നമ്മൾ എന്താ വെക്കണം? ഒരു പച്ചിരുമ്പ് കോർ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് അയൺ കോർ വെച്ചു. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ഒരു സോഫ്റ്റ് അയൺ കോർ, അതിനുശേഷം അതിന് ചുറ്റും ഒരു സോളിനോയിഡ്, ഒരു DC ബാറ്ററി, ഒരു സ്വിച്ച്, ഒരു ബൾബ്. ഓക്കെ, ഇനി ആദ്യം ഞാനൊരു കാര്യം പറയാണ്. ഈ സോളിനോയിഡ് ഇല്ലാതെ, ഇവിടെ സോളിനോയിഡ് ഇല്ലെന്ന് വെക്കുക. സോളിനോയിഡ് ഇല്ലെങ്കിൽ ബാറ്ററി കൊടുത്തിട്ട് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ബൾബ് എന്നായും? ബൾബ് സോളിനോയിഡ് ഇല്ലാതെ എന്ന് പറഞ്ഞാൽ അലക്സ എടുത്തു മാറ്റുമല്ലേ? ഇവിടെ ഒരു വയർ ഉണ്ട്. അപ്പൊ എന്നാ പറ്റും? പോസിറ്റീവ് ഒരു വയർ എടുത്ത് ബൾബിന്റെ ഈ അറ്റത്തോട് കൊടുത്ത്, നെഗറ്റീവ് ഒരു വയർ എടുത്ത് ബൾബിന്റെ ഇപ്പുറത്തെ അറ്റത്തോട് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഈ സാധനത്തിനെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ബൾബ് തെളിയും. ശരിയല്ലേ? ശരിയല്ലേ? തെളി. അതായത് ഇവിടെ കറക്റ്റ് കണക്ഷൻ ഉണ്ട് കേട്ടോ. അലക്സ് ഉദ്ദേശിച്ച് തെളിയല്ലെന്ന് ഉദ്ദേശിച്ച് ആ സോളിനോയിഡിനെ എടുത്ത് മാറ്റുമല്ല, അവിടെ ഗ്യാപ്പ് കൊടുക്കുമല്ല. സോളിനോയിഡിന് പകരം അവിടെ ഒരു കണ്ടക്റ്റിംഗ് വയർ മാത്രമേ ഉള്ളെങ്കിൽ എന്ത് പറ്റും? നമുക്ക് ഈ പറയുന്നത് പോലെ സോളിനോയിഡ് ഇല്ലെങ്കിൽ ഡയറക്റ്റ് ബൾബിനെ തെളിക്കാം. ഇനി
രണ്ടാമത്തെ കേസ്, ഈ ഡി സി ഓൺ ആക്കി, സോളിനോയിഡ് അവിടെയുണ്ട്, സോളിനോയിഡിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ എന്ത് സംഭവിക്കും? അതായത് ചോദ്യം കേട്ടോ, ബാറ്ററി ഓൺ ചെയ്ത് സോളിനോയിഡിലൂടെ കറണ്ട് പോവാണ്. സോളിനോയിഡിലെ കറണ്ട് പോകുമ്പോൾ നമ്മൾ എന്നാ പറയണേ? ആ സോളിനോയിഡിന് ചുറ്റും എന്നാ ഉണ്ടാകും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. ഓക്കെ, അപ്പൊ ആദ്യത്തെ പോയിന്റ് പറഞ്ഞു, സ്വിച്ച് ഓൺ ആണ്, സ്വിച്ച് ഓൺ ആയി. അപ്പം സോളിനോയിഡിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്ത്, അപ്പൊ എന്നാ പറ്റി? ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ ഈ ഡി സി ആയതുകൊണ്ട്, ഡയറക്റ്റ് കറണ്ട് ആയതുകൊണ്ട് ഇതിന്റെ പ്രകാശ തീവ്രത എത്രയാണോ അതിലൊരു വ്യത്യാസം വരുത്തണം. അല്ലെങ്കിൽ ഡി സി ആണ്, നമ്മൾ എന്നാ ചെയ്യും? മാറ്റി മാറ്റി കൊടുക്കാൻ സ്വിച്ച് ഓൺ ഓഫ് ആയിക്കൊണ്ടിരിക്കും അല്ലേ? സ്വിച്ച് ഓൺ ആൻഡ് ഓഫ് ചെയ്യുമ്പോൾ എന്നാ പറ്റും? ഒരു കണ്ടിന്യൂവസ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, കണ്ടിന്യൂവസ് ചേഞ്ച് ഉണ്ടാവും. അങ്ങനെ ഒരു കണ്ടിന്യൂവസ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഇനി ഇവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMFന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കറണ്ടിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ്, ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളുടെ ബൾബിന്റെ പ്രകാശം കൂടുവോ കുറയുവോ? കറണ്ട് ഇവിടെ ഇങ്ങ് ഒഴുകി വരുവാണ്. ഈ കറണ്ടിന്റെ ഒഴുക്കിനെ ഒരു ബാക്ക് EMF ഇങ്ങോട്ട് തിരിച്ചൊഴുകുമ്പം അവൻ ആ ഒഴുക്കിനെ തടയും. ഓക്കെ, EMF എന്നാ ചെയ്തു? ഒപ്പോസ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ ബൾബിന്റെ പ്രകാശ തീവ്രത കൂടുമോ കുറയുമോ? മനസ്സിലുണ്ട്. അപ്പം അതാണ് അതിനകത്ത് നമുക്ക് പഠിക്കാം. സോ ദ ഇന്റൻസിറ്റി ഓഫ് ബൾബ്, അല്ലെ ബൾബ് ഗ്ലോ ചെയ്യുന്നതിന്റെ പ്രകാശത്തിന്റെ ഇന്റൻസിറ്റി കുറയും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇന്റൻസിറ്റി ഡിക്രീസ്ഡ്. കാര്യം വ്യക്തമായി പറഞ്ഞത് മനസ്സിലായോ? ഇത് DC വെച്ചാണ്. DC വെച്ചാകുമ്പോ എന്നാ പറയണം നമ്മള്? കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ച് കിട്ടാൻ എന്നാ ചെയ്യണം? സ്വിച്ചിനെ എപ്പോഴും ഓൺ അല്ലെങ്കിൽ ഓഫ് ആക്കിക്കൊണ്ടിരിക്കണം. ഇനി ആ സ്വിച്ചിനെ ഓണും ഓഫും ആക്കിക്കൊണ്ടിരിക്കുന്നതിന് പകരമല്ലേ എന്നാ ചെയ്താൽ മതി എന്ന് നമ്മൾ പഠിച്ചിരിക്കണത്? സ്വിച്ചിനെ ഓണും ഓഫും ആക്കിക്കൊണ്ട് ഒരു DC കൊടുത്തിട്ട് ഓണും ഓഫ് ആക്കിക്കൊണ്ടിരിക്കുന്നതിന് പകരം നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചിരിക്കണേ? ഒരു AC കറണ്ട് കൊടുത്താൽ മതി അല്ലേ? AC കറണ്ട് എന്ന് പറയുമ്പോ എന്നാ? അതിനെന്തുണ്ട്? അൾട്ടർനേറ്റിംഗ് ആയിട്ട് പോസിറ്റീവ് ഹാഫ് ഉണ്ട്, നെഗറ്റീവ് ഹാഫ് ഉണ്ട്. അപ്പൊ പോസിറ്റീവ് ഹാഫ് വരുമ്പം മാഗ്നറ്റിക് ഫീൽഡിന് വ്യത്യാസം ഉണ്ടാകും, നെഗറ്റീവ് ഹാഫ് വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് വ്യത്യാസം ഉണ്ടാകും. സോ ഒരു കണ്ടിന്യൂസ് വ്യത്യാസം മാഗ്നറ്റിക് ഫീൽഡിന് എപ്പോഴും കിട്ടും. സോ whenever DC battery is replaced by AC, അപ്പൊ പിന്നെ നമുക്ക് സ്വിച്ച് എപ്പോഴും ഓൺ ഓഫ് ആക്കേണ്ട ആവശ്യമുണ്ടോ? നോ നീഡ് ടു ഓൺ ആൻഡ് ഓഫ്. കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴും ഓണും ഓഫും ആക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സോളിനോയിഡിൽ എന്ത് തന്നെ ഉണ്ടായിക്കോളും? സോളിനോയിഡില് ഒരു ബാക്ക് EMF ഉണ്ടായിക്കോളും. ആ EMF എന്ന് പറയണത് കറണ്ട് അങ്ങോട്ടാ പോണെങ്കിൽ ബാക്ക് EMFന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പം നമ്മളുടെ ബൾബിന്റെ പ്രകാശത്തിന്റെ, അതിലെ ലൈറ്റിന്റെ ഇന്റൻസിറ്റി എന്ന് പറയണത് കുറയും. ഇതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. രണ്ടെണ്ണം ഉണ്ട്, രണ്ട് കേസ് ഉണ്ട്. ഒന്ന് DC ഉപയോഗിക്കുന്ന കേസ്, അത് നമ്മൾ അവിടെയും പറഞ്ഞ. DC-ക്ക് പകരം AC ആക്കുമ്പോൾ നമുക്ക് സ്വിച്ച് ഓണും ഓഫും ആക്കണ്ട. മാഗ്നറ്റിക് ഫീൽഡിന് കണ്ടിന്യൂസ് ആയ ഒരു ചേഞ്ച് വേണമെങ്കിൽ
നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ഒരു ചേഞ്ച് വേണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ സ്വിച്ച് ഓൺ ഓഫ് ആക്കണം, അല്ലെങ്കിൽ ഒരു AC കറണ്ട് ഉപയോഗിച്ചാൽ മതി. ക്ലിയർ അല്ലേ? അയ്യോ, ഷെയർ ഓഫ് ആയി പോയോ? എഴുതിയെടുക്കാവോ? ചോദ്യം എന്നോട് പറഞ്ഞ അലക്സേ. Why does the intensity of light decrease in the circuit? എന്തുകൊണ്ടാണ് കുറയുന്നത്? അപ്പൊ എന്നാ എഴുതണം? ഇങ്ങനെ എഴുതിയാൽ മതി. Due to the that is due to the mutual induction. മ്യൂച്വൽ ഇൻഡക്ഷൻ മൂലം പ്രകാശ തീവ്രത കുറയും. കോമ ഇട്ടിട്ട് എഴുതണം. ബിക്കോസ് ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് എ ബാക്ക് EMF. അല്ലേ? ബാക്ക് EMFന് മലയാളത്തിൽ എന്നാ അലീന പറയണേ? EMFന് EMF തന്നെയാണല്ലോ. പ്രതിരോധ EMF എന്നെല്ലാം പറയുന്നുണ്ട് അവര്. അതായത് തൊട്ടടുത്ത കോളത്തിനകത്ത് അല്ലല്ല, തൊട്ടടുത്ത കോളത്തില്ലേ, ഒരു ബ്രൗൺ കോളത്തിൽ, കോളം ഒന്ന് വായിക്കാവോ അലീന? അതിനകത്ത് കാണും അതിന്റെ മലയാളം. മാഗ്നറ്റിക് ഫീൽഡിന് ഒരു വ്യതിയാനം വരുമ്പം ഒരു സോളിനോയിഡിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോഴുണ്ടാകുന്ന ഫ്ലക്സ് വ്യതിയാനം അതേ ചാലകത്തിൽ വൈദ്യുത പ്രവാഹത്തെ എതിർക്കുന്ന ദിശയിൽ ഒരു EMF ബാക്ക് EMF ഉണ്ടാക്കുന്നു. ബാക്ക് EMF മലയാളത്തിലും ബാക്ക് എഴുതിയിട്ടുണ്ടോ? ബാക്ക് EMF അത് ഇംഗ്ലീഷാണ് എഴുതിയത്. അത് ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട് ബാക്ക് EMF എന്ന്. അപ്പൊ അത് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ എന്നാ പറ്റും? സെൽഫ് ഇൻഡക്ഷൻ കാരണം ഒരു വൈദ്യുതി ഒഴുകുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട്, അത് വളരെ അത്യാവശ്യമായ സെന്റൻസ് ആണ്. ഇപ്പൊ ഇവിടെ ആദ്യത്തെ പടത്തിൽ ഇങ്ങോട്ടാണ് വൈദ്യുതി ഒഴുകുന്നല്ലേ, ഇങ്ങനെയാ വൈദ്യുതി ഒഴുകുന്നല്ലേ, ഇങ്ങനെ ഒഴുകി ഇങ്ങനെ ഒഴുകി ഇങ്ങനെ ഒഴുകി ബൾബിലേക്കൂടെ കയറി ഇങ്ങനെ ഓടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെൽഫ് ഇൻഡക്ഷൻ മൂലമുള്ളതിന്റെ ഒഴുകുന്ന ഡയറക്ഷൻ ആയിരിക്കും ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. കണ്ടോ? സോ കറണ്ട് ഒഴുകുന്നതിന്റെ വിപരീത ഡയറക്ഷനിൽ ഒരു ഒരു EMF ഒഴുകുന്നത് കൊണ്ട് ബൾബിന്റെ ഇന്റൻസിറ്റി കുറയുന്നു. ഇതിനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തിലോട്ട് പോവാ. ക്വസ്റ്റ്യൻസ്, ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. വായിച്ചു. In which circuit is a magnetic field developed around the solenoid? സോളിനോയിഡ് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഏത് സർക്യൂട്ടിലേക്കാണ് ഉണ്ടാകുന്നത്? രണ്ടിലും ഉണ്ടാകുന്നുണ്ടോ? ആദ്യത്തേതിലേ ഉള്ളോ രണ്ടാമതിലേ ഉള്ളോ? പറ. ആദ്യത്തെ പടത്തിൽ എയിലും ഉണ്ടാകുന്നുണ്ട്, ബിയിലും ഉണ്ടാകുന്നുണ്ട് അല്ലെ? എയിൽ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാൻ എന്നാ ചെയ്യണം? അങ്ങനെ വേണേ ചോദിക്കാൻ പരീക്ഷയ്ക്ക്. എയിൽ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണമെങ്കിൽ അത് ഡയറക്റ്റ് കറണ്ട് ആണ് കൊടുത്തിരിക്കുന്നത്, DC വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ സ്വിച്ചിനെ കണ്ടിന്യൂസ് ആയിട്ട് ഓണും ഓഫും ചെയ്യണം. പക്ഷെ ഇവിടെ AC കറണ്ട് ആണ് കൊടുത്തിരിക്കുന്നത്. AC കറണ്ട് എന്ന് പറയുമ്പം അൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്. കറണ്ടിന്റെ ദിശയിൽ എപ്പോഴും വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അതിനാൽ എന്നാ ചെയ്യണം? ഇതിനകത്ത് നമ്മൾ ഓണും ഓഫും ചെയ്യേണ്ട, കണ്ടിന്യൂസ് ആയിട്ട് വ്യത്യാസം മാഗ്നറ്റിക് ഫീൽഡിന് ഉണ്ടായിക്കൊണ്ടിരിക്കും. ക്ലിയർ അല്ലേ? അടുത്തത്. In which circuit is a varying magnetic field developed around the solenoid? നമ്മൾ വായിച്ചല്ലേ, ഒരു വേരിയിങ് ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നത് ഏതിനകത്താണ്? ബിയിൽ. കാരണം എന്നാണ്? കോമ ഇട്ടിട്ട് എഴുതാതൊക്കെ. ചുമ്മാ ബി എന്നൊക്കെ നിങ്ങൾ ടെക്സ്റ്റിലേക്ക് എഴുതി തരുള്ളൂ. ബി എന്ന് മാത്രം എഴുതിയ കാര്യമില്ല. അവിടെ എന്നാ നമ്മൾ കൊടുത്തിരിക്കുന്നത്? AC വോൾട്ടേജ് ഈസ് അപ്ലൈഡ്, അല്ലെ AC ഇൻപുട്ട് ഈസ് അപ്ലൈഡ്.
പറഞ്ഞു. If so, in which circuit is a continuous EMF induced? ഏത് സർക്യൂട്ടിലാണ് കണ്ടിന്യൂസ് EMF ഉണ്ടാകുന്നത്? അത് നിങ്ങൾക്ക് ഇപ്പൊ അറിയാം അല്ലെ? ഏതിൽ തന്നെയാണ്? ബിയിൽ തന്നെ. കാരണം എന്നാണ്? അവിടെ AC ആണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡിന് വ്യത്യാസമുണ്ടാവും. അതുകൊണ്ട് അവിടെ ഒരു കണ്ടിന്യൂസ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അടുത്തത്, when AC passes through a solenoid, changing the magnetic field generated it. Due to this, an induced EMF is generated inside the solenoid. This induced EMF is the direct opposite to the applied force. This is called back EMF. This back EMF reduces the effective voltage of the current. എഴുതാവോ? ഞാൻ നല്ലൊരു സെന്റൻസ് പറയാം. When current flowing through the solenoid, കറണ്ട് സോളിനോയിഡിലൂടെ ഒഴുകുമ്പോൾ when current, ആദ്യം നമുക്ക് മുഴുവൻ ഇംഗ്ലീഷ് പറയാം അല്ലേ, പാടായിരിക്കും. when current flowing through a solenoid, എന്നാ പറ്റും? The magnetic field of the solenoid is varied. The magnetic field of the solenoid is varied and an induced EMF is formed. And an induced EMF is formed. This EMF opposite to the direction of the applied voltage. Trees are mute ചെയ്തേക്കാവോ? Is opposite to the applied voltage. So it is called back EMF. So it is called back EMF. Full stop. This back EMF reduces the effective voltage and this process is called self-induction. ഇത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. And this process is called self-induction. ഇനി അലീന പറഞ്ഞു തരട്ടെ. ഒരു സോളിനോയിഡിലൂടെ AC വോൾട്ടേജ് പ്രവഹിക്കുമ്പോൾ ആ സോളിനോയിഡിലെ മാഗ്നറ്റിക് ഫ്ലക്സിന് വ്യതിയാനം സംഭവിക്കുന്നു. ഓക്കെ, ഫുൾ സ്റ്റോപ്പ്. ഇതുമൂലം പ്രവഹിക്കുന്ന വോൾട്ടേജിന്റെ വിപരീത ദിശയിൽ ഒരു പ്രേരിത EMF ബ്രാക്കറ്റിൽ ബാക്ക് EMF ഉണ്ടാകുന്നു.
ആ ഈ പ്രതിഭാസത്തിനെ ഈ പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് മൂലം ചോദിച്ച കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എഴുതിയ രണ്ടു കൂട്ടരും ഈ രണ്ട് രീതി ചോദ്യം വരാം. ക്വസ്റ്റ്യൻ ഒന്നിതാണ്, സെൽഫ് ഇൻഡക്ഷന്റെ വാല്യൂ നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാം? ഹൗ ക്യാൻ ബി ഇൻക്രീസ് ദ ബാക്ക് EMF ഫോർ സെൽഫ് ഇൻഡക്ഷൻ? എന്നാ ചെയ്യണം? എന്റെ ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ ഒരു സർക്യൂട്ട് ഉണ്ട്, ആ സർക്യൂട്ടിലെ സെൽഫ് ഇൻഡക്ഷന്റെ വാല്യൂ കുറയ്ക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറ, എല്ലാവർക്കും സാധ്യതയുണ്ട്. ട്രീസ, സെൽഫ് ഇൻഡക്ഷന്റെ വാല്യൂ അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്ഷൻ കൂട്ടണം, അല്ലെങ്കിൽ പ്രകാശ തീവ്രത കുറയ്ക്കണം. സെൽഫ് ഇൻഡക്ഷൻ കൂട്ടാനാണ് കേട്ടോ ചോദിച്ചത്. സെൽഫ് ഇൻഡക്ഷൻ കൂട്ടണം, ബാക്ക് EMF കൂട്ടണം. സെൽഫ് ഇൻഡക്ഷൻ കൂടിയാൽ ബാക്ക് EMF കൂടും. അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നാ ചെയ്യണം? നമ്മൾ ഇതിനകത്തൊരു എന്ത് ഇൻസേർട്ട് ചെയ്യണം? സോഫ്റ്റ് അയൺ കോർ. സോളിനോയിഡിനകത്ത് ഒരു സോഫ്റ്റ് അയൺ കോർ ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ എന്നാ പറ്റും? സോഫ്റ്റ് അയൺ കോർ അല്ലെങ്കിൽ പച്ചിരുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ വ്യത്യാസം സംഭവിക്കുന്ന കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡിന് വ്യത്യാസം ഉണ്ടാവുകയും കൂടുതൽ ബാക്ക് EMF ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അത് ചോദിക്കും കേട്ടോ, എങ്ങനെ നമുക്ക് ബാക്ക് EMF വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സോളിനോയിഡിലൂടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ലൈറ്റിന്റെ പ്രകാശ തീവ്രത എങ്ങനെ കുറയ്ക്കാം? നയനം, വി വാണ്ട് ടു ഇൻട്രൊഡ്യൂസ് എ സോഫ്റ്റ് അയൺ കോർ. When a soft iron core is introduced in the solenoid, the amount of back EMF is increased, so the brightness of the bulb decreased. When soft iron core is introduced, self-induction increased, so the production of the back EMF increased, therefore the brightness of the bulb decreased. മനസ്സിലായോ? അത് വേണേ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ബൾബുണ്ട്, ആ ബൾബിന്റെ പ്രകാശ തീവ്രത നിങ്ങൾക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? നിങ്ങളൊരു ബൾബുണ്ട്, ആ ബൾബ് ഒരു AC കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ചോദ്യമായിട്ട് വേണേ വരാം. ക്വസ്റ്റ്യൻ നമ്പർ 2, നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ബൾബുണ്ട്, ആ ബൾബ് ഒരു ബാറ്ററിയിലോട്ട് ഒരു AC വോൾട്ടേജിലോട്ട് കൊടുത്തേക്കുവാണ്. അപ്പൊ ഈ ബൾബ് തെളിഞ്ഞു നിൽക്കുവാണ്. ഇതിന്റെ പ്രകാശ തീവ്രത എങ്ങനെ കുറയ്ക്കാൻ പറ്റും? എങ്ങനെ കുറയ്ക്കാൻ പറ? ആ സർക്യൂട്ടിൽ എന്ത് ചെയ്യണം? ഒരു സോളിനോയിഡ് ഘടിപ്പിക്കുക. ആ സോളിനോയിഡ് നടുക്ക് നമ്മൾ എന്നാ ചെയ്യണം? ഒരു പച്ചിരുമ്പ് കോറ് വെക്കണം. അപ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് AC ആയതുകൊണ്ട് ആ മാഗ്നറ്റിക് ഫീൽഡിന് എപ്പോഴും വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊരു ബാക്ക് EMFനെ തരും. ആ ബാക്ക് EMF എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത EMFന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് നമ്മുടെ ലൈറ്റിന്റെ പ്രകാശ തീവ്രത കുറയും. മനസ്സിലായി? ഇങ്ങനെയായിട്ടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം സെൽഫ് ഇൻഡക്ഷൻ മൂലമാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, അല്ലേ?
എന്നിട്ട് സെൽഫ് ഇൻഡക്ഷനകത്ത് എന്നാക്കിയ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കൃത്യമായിട്ട് എഴുതണം. എന്ന് പറഞ്ഞ അലക്സ് എന്നാ സംഭവിക്കുന്നത്? നമ്മള് സർക്യൂട്ടിന്റെ പ്രകാശ തീവ്രത കുറയ്ക്കാൻ വേണ്ടി എന്നാ ചെയ്യണം? ഒരു സർക്യൂട്ടിലേക്ക് സോളിനോയിഡ് ഇൻസേർട്ട് ചെയ്യണം ആദ്യം. Introduced a solenoid into the circuit with a soft iron core. നമ്മൾ അന്ന് പഠിച്ചല്ലേ, സോഫ്റ്റ് അയൺ കോറിന്റെ ഏരിയ കൂടുന്നതനുസരിച്ച് നമുക്കുണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇതും വ്യത്യാസം വരും. സോ സോഫ്റ്റ് അയൺ കോറും ഇൻട്രൊഡ്യൂസ് ചെയ്യണം. Then magnetic field is developed around it. Then a magnetic field is developed around it. പിന്നെ എ സി അല്ലേ, എ സി കറണ്ട് പോകുമ്പോൾ എന്നാ പറ്റും? A continuous change in this magnetic field is formed and induced EMF is formed that is in the opposite direction. So it is called back EMF. So the brightness of the bulb decreased. Degrees. പറഞ്ഞ അലീന. നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് ഇൻഡക്ടർ. ഇൻഡക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, തെറ്റിദ്ധരിക്കല്. ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ വെരും കമ്പിച്ചോറില് എന്നാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഒരു പച്ചിരുമ്പ് വെക്കുമ്പോഴാണ് അതെന്തായി മാറുന്നത്? സോളിനോയിഡായി മാറുന്നത്. ആ ഒരു ഐഡിയ നമുക്ക് എപ്പോഴും വേണം. ഞാൻ അത് തമ്മിലുള്ള വ്യത്യാസം എങ്ങാനും കയറി ചോദിക്കുമ്പോൾ അയ്യോ ഇൻഡക്ടർ എന്നാ കമ്പിച്ചോറിൽ എന്നാന്ന് ചോദിച്ചാൽ, ഇൻഡക്ടർ എന്ന് നമ്മൾ ഈ ചോക്ക് കോയിൽ എന്നൊക്കെ പറയും. കോയിലില്ല, ട്യൂബിനകത്ത് കോയിലൊക്കെ വെക്കുകയാണ്. ഇനി എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മള് റെസിസ്റ്ററിന് പകരം ഉപയോഗിക്കുന്ന മറ്റൊരു സർക്യൂട്ടിൽ കൊടുക്കുന്ന ഒരെണ്ണ പറഞ്ഞ ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ആണ് ഇൻഡക്ടർ എന്ന് പറഞ്ഞത്. ഏതിന് പകരമാണ്? റെസിസ്റ്ററിന് പകരം. റെസിസ്റ്റർ എന്തിനാ കൊടുക്കുന്നത് അലക്സ്? റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്നാ? കറണ്ടിനെ എന്നാ ചെയ്യുന്നേ? പ്രതിരോധിക്കും അല്ലേ? കറണ്ടിനെ എന്നായും തടഞ്ഞു നിർത്തും. റെസിസ്റ്റർ കറണ്ടിന്റെ ഒഴുക്കിനെ തടയുക എന്നല്ലേ റെസിസ്റ്റർ എന്ന് പറഞ്ഞ്. ഇറ്റ് ഓപ്പോസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. ഇപ്പൊ നമ്മൾ ഇവിടെയും പറഞ്ഞ് ഒരു ഇൻഡക്ടർ വെച്ചാലും എന്ത് പറ്റും? ഇൻഡക്ടറിന് ചുറ്റും എന്തുണ്ടാകും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായേച്ച് ഒരു ബാക്ക് EMF ഉണ്ടാകും. അതും എന്ത് ചെയ്യും? ഒപ്പോസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ചോദ്യം ഞാൻ ചോദിക്കാം. അങ്ങനെയെങ്കിൽ റെസിസ്റ്റർ ഉപയോഗിക്കുന്നതാണോ നല്ലത്, ഇൻഡക്ടർ ഉപയോഗിക്കുന്നതാണോ നല്ലത്? വിച്ച് ഈസ് മോർ ബെറ്റർ, യൂസിങ് എ ഇൻഡക്ടർ ഓർ എ റെസിസ്റ്റർ? ഒരു സർക്യൂട്ടില് ഇൻഡക്ടർ ഉപയോഗിക്കുന്നതാണോ നല്ലത്, അതോ ഒരു റെസിസ്റ്റർ ഉപയോഗിക്കുന്നതാണോ നല്ലത്? എന്തുകൊണ്ട്? തുടങ്ങിക്കോ, ആൻസർ പറയട്ടെ. റെസിസ്റ്റർ ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്ന് അലീന. കാരണം പറ. അത് കറണ്ടിന്റെ ദിശയെ തടയുന്നില്ല എന്നല്ലേ ഉദ്ദേശിച്ചത്? പക്ഷെ ഇവിടെ നോക്ക്, ഇവിടെ ഒരു വലിയ കറണ്ട് അങ്ങ് ഒഴിവ് തന്നെ. അത് വലിയ പൈപ്പിലൂടെ ഒരു ഉച്ച ഒഴിവുമ്പോൾ ഒരു തുള്ളി വെള്ളം ഇങ്ങോട്ട് ഒഴുകുന്നുള്ളെങ്കിലും നെറ്റ് ഫ്ലോ ഇങ്ങോട്ട് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണല്ലോ ബൾബ് പ്രകാശം കുറയുന്നല്ലേ പറയുന്നുള്ളൂ, തെളിയുന്നുണ്ടല്ലോ. ഇൻഡക്ടർ, റെസിസ്റ്റർ, അലക്സ് പറ ഏതാ നല്ലത്? ഇൻഡക്ടർ. കാരണം അറിയത്തില്ല, ചുമ്മാ ഇൻഡക്ടർ എന്ന് പറയില്ലേ. എന്തുകൊണ്ടാണ്? അല്ല, പവർ നഷ്ടപ്പെടുത്ത ഇലക്ട്രിസിറ്റിയുടെ. വെരി പവർ നഷ്ടപ്പെടുത്തുന്നില്ല എന്നൊരു ഉത്തരം. അപ്പൊ
പവർ എന്ന് പറഞ്ഞ എന്നായിരുന്നു? പവർ എന്ന് പറഞ്ഞാൽ Voltage ഇച്ചിരി into തെറ്റുണ്ട്. voltage. അതായത് നമ്മൾ പറയാണ് ഒരു റെസിസ്റ്റർ ഉണ്ടെങ്കിൽ ആ റെസിസ്റ്റർ മൂലം ഒരു ഹീറ്റ് ലോസ് ഉണ്ടാകും. എല്ലായിടത്തും പഠിച്ചിട്ടില്ലേ? ഹീറ്റ് ലോസ്. അതായത് H is equal to I²RT. അപ്പൊ ആറുണ്ട് എന്നാ പറ്റും? ഹീറ്റ് ലോസ് ഉണ്ടാകും. അപ്പം ഒരു സർക്യൂട്ടില് റെസിസ്റ്റർ കുറച്ചാലും കറണ്ട് കുറയ്ക്കാം, അല്ലെ ബൾബിന്റെ വോൾട്ടേജ് അല്ലെ പ്രകാശ തീവ്രത കുറയ്ക്കാം, ഇൻഡക്ടർ ഉപയോഗിച്ചാലും കുറയ്ക്കാം. പക്ഷേ ഇൻഡക്ടർ ആണ് മച്ച് ബെറ്റർ ദാൻ, ഇൻഡക്ടർ ഈസ് വെരി 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 നൈസ് ഓർ ബെറ്റർ ദാൻ റെസിസ്റ്റർ. ബിക്കോസ് ഓഫ് ദാറ്റ് there is no power loss. ഇൻഡക്ടർ ഉപയോഗിക്കുമ്പോൾ അവിടെ പവർ ലോസ് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അവിടെ എനർജി ലോസ് ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ there is no heat loss. കാര്യം മനസ്സിലായോ? നല്ല ചോദ്യം ചോദിക്കാം. ഒരു AC-യില് നമ്മൾ റെസിസ്റ്ററിന് പകരം ഒരു ഇൻഡക്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുള്ള അഡ്വാൻറ്റേജ് എന്നാണ്? റെസിസ്റ്റർ ഉപയോഗിച്ചാൽ there is strictly the loss of power in the form of heat. But in the case of a inductor, there is no loss of power in the form of heat. So we can save another current or electricity. Note ചെയ്തേ, ഇൻഡക്ടർ. അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നതാണ്, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഇൻഡക്ടർ ഓവർ റെസിസ്റ്റർ? അതിനുമേലുള്ള അഡ്വാൻറ്റേജിനാണ് ക്വസ്റ്റനായിട്ട് എഴുതണം. അഡ്വാൻറ്റേജ് ഓഫ് ഇൻഡക്ടർ ഓവർ റെസിസ്റ്റർ in a circuit.